intromusic.com layout track. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഹവർ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ബീഫ് ബിരിയാണിയാണ്. ഇതിനു വേണ്ടി റൈസ് തയ്യാറാക്കിയിട്ടുള്ളത് റൈസ് കുക്കർ ഉപയോഗിച്ചാണ്. എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബീഫ് ബിരിയാണി റെഡിയാക്കാം. അതിനുവേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 കിലോ ബീഫ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഒരു കിലോ ബീഫിക്ക് 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. റൈസ് കുക്കറിലാണ് അരി വേവിക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ജോക്കറിൻ്റെ അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു ക്യാരറ്റ് അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കാം. വെള്ളം നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 6 ഏലക്ക, 4 കഷ്ണം പട്ട, നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ചേർക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി അടച്ച് വെച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുക. കുക്കറിൽ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചിട്ട് തീ ഒന്ന് കുറച്ച് വെക്കുക. 3-4 വിസിലടിച്ചിട്ട് ഓഫാക്കി അതിൻ്റെ ഫ്ലെയിമൊക്കെ പോയതിന് ശേഷം തുറന്നെടുക്കാം. റൈസിൻ്റെ മുകളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു സവാള നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുക. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 250 ഗ്രാം ഡാൽഡ ചേർത്ത് കൊടുക്കുക. ഡാൽഡ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഉള്ളി അരിഞ്ഞെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 5 സവാളയാണ് ചേർത്തിട്ടുള്ളത്. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്ത ഡാൽഡയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനും കൂടെ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുക. സവാള വഴന്ന് വരുമ്പോഴേക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. മൂന്ന് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കുക. ചെറുനാരങ്ങ നല്ല നീരുള്ളത് കൊണ്ട് ഒരു കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്.
കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 5 പച്ചമുളക് ചതച്ചെടുക്കാം.